ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ അടുക്കളത്തോട്ടം പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ തക്കാളി ഉണ്ട്, പിന്നെ പച്ചമുളക്, വഴുതനങ്ങ, വെണ്ടക്കായ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ അടുക്കളയ്ക്ക് അത്യാവശ്യം ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. തക്കാളിയും ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഷാളായിട്ടൊന്ന് മൂടി വെച്ചിരിക്കുകയാണ്. അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ കുരങ്ങന്മാരുടെ ശല്യം നന്നായിട്ടുണ്ട്. അപ്പോൾ കുരങ്ങന്മാർ കണ്ടു കഴിഞ്ഞാൽ അവരത് കടിച്ചിട്ട് ഇട്ടിട്ട് പോകും. എന്നാൽ ഫുള്ളായിട്ട് കഴിക്കില്ല. അപ്പോൾ ഒരു തക്കാളി പൊട്ടിച്ചിട്ട് അവർ എല്ലാ തക്കാളിയും പൊട്ടിക്കും. ചുവപ്പ് കണ്ടത് മൊത്തം പൊട്ടിക്കും, പച്ച കണ്ടാലും അവർ പൊട്ടിക്കും കേട്ടോ. എന്നിട്ട് അവരത് കുറച്ച് കടിച്ചിട്ട് ബാക്കി അവിടെ ഇട്ടിട്ട് പോകും. ഫുള്ളായി കഴിക്കില്ല. ഫുള്ളായി കഴിക്കുക ചെയ്യാൻ നമുക്കൊരാശ്വാസം. എന്നാൽ അവർ ഫുള്ളായി കഴിച്ചാൽ ഒരു വിശപ്പ് മാറിയില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ ഫുള്ളായിട്ട് കഴിക്കില്ല. അവർ കുറച്ച് കടിച്ചിട്ട് ഇട്ടിട്ട് പോകും. അതുപോലെ പേരയ്ക്ക അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരക്ക ഉണ്ട്. പക്ഷെ അവർ കടിച്ച് ഇട്ടിടുന്ന കാരണം ആരും കഴിക്കില്ല. കാരണം അവരങ്ങനെ എന്തെങ്കിലും ഒന്ന് മാന്തിയിട്ടിലും പോകും. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചാളിട്ടൊന്ന് മറിച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് അവരെ കണ്ണിൽ പെടില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അതിൻ്റെ അപ്പുറം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തക്കാളി കേട്ടോ. അതുപോലെ പച്ചമുളകും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കടയിൽ പോയിട്ട് എപ്പോഴും നമ്മൾ ഈ വിഷമുള്ളതൊക്കെ മേടിച്ചിട്ട് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ട് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് വിഷമുള്ളതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ ഉണ്ട് വെച്ചാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വെക്കാം കേട്ടോ. ഒരു പച്ചമുളകിൻ്റെ തെയ്യോ അല്ലെങ്കിൽ ഒരു തക്കാളി തെയ്യൊക്കെ വെച്ചാൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ കേട്ടത് കൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ച് തുടങ്ങിയത്. ഞാൻ പിന്നെ ആദ്യം തക്കാളിയുടെ തെയ്യൊക്കെ ഇവിടെ ഒരുപാട് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുരങ്ങന്മാരുടെ ശല്യമുള്ള കാരണം ഞാൻ പിന്നെ അത് നിർത്തി വെച്ചു. അവരൊക്കെ നശിപ്പിച്ച് പോണ കാരണം ഞാൻ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും തുടങ്ങിയതാണ്. എന്നാലും ഇപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ശല്യമില്ല എന്ന് പറയാം. കുറച്ചൊരു കുറവ് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകുമ്പോൾ ഫുള്ളായിട്ട് ഉറുമ്പിൻ്റെ ഒരു ശല്യം നന്നായിട്ടുണ്ട് കേട്ടോ. അതാണ് ആകെ ഒരു പ്രശ്നം. ഞങ്ങൾ പരമാവധി ഒരുപാട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ മുളകിൻ്റെ മുകളിൽ നിന്ന് ഉറുമ്പ് പോണില്ല. അപ്പോൾ നമ്മൾ അവസാനം ചൂറച്ചൊക്കെ ഇട്ട് വരച്ച് അപ്പം പോകും. പക്ഷെ പിന്നെ വെള്ളം നനയുമ്പോൾ അത് പോവുമല്ലോ, അപ്പോൾ വീണ്ടും വരും. അവസാനം ഞങ്ങൾ സോപ്പും പൊടിയും അങ്ങനെ എന്തോ ഒന്ന് ചെയ്ത് നമ്മുടെ ഇക്ക ചെയ്ത് കൊടുത്തു. പക്ഷേ അപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉറുമ്പ് കംപ്ലീറ്റ് പോയി. പക്ഷേ ചെടി ആകെ വാടി, പച്ചമുളക് തെയ്യ് ആകെ വാടി. അതുപോലത്തെ വഴുതനങ്ങ നമ്മൾ വഴുതനങ്ങ ഒരുപാടുള്ള ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ കേട്ടോ. നമ്മൾ ഒരുപാടുള്ള വഴുതനങ്ങളുടെ വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ വഴുതനങ്ങളുടെ നമുക്ക് നിറച്ച് പുഴുക്കുത്ത് വരുന്നുണ്ട്. പുഴുവിനൊന്നും കാണുന്നില്ല, പക്ഷേ പുഴുക്കുത്ത് ഇടയ്ക്ക് ചില നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട്. പച്ചമുളകുമ്പോൾ ഉള്ള ശല്യം ഈ ഉറുമ്പ് തന്നെയാണ്. അപ്പോൾ കുറച്ച് പച്ചമുളകിൻ്റെ തെയ്യൊക്കെ വാടിപ്പോയി. നമ്മൾ സോഹും പൊടി ലാസ്റ്റ് പ്രയോഗിച്ചപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ നന്നായി വാടിപ്പോയി കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ സോഹും പൊടി ഒന്നും ചെയ്യണ്ട. കാരണം പച്ചമുളക് ഉറുമ്പ് പോവും, അതേപോലെ പച്ചമുളകും പോവും. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയുമെങ്കിൽ, ഈ ഉറുമ്പ് പോകാനുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ. അത്രയ്ക്ക് ഉറുമ്പിന് ശല്യമുണ്ട്. അതുകൊണ്ടാണ് പച്ചമുളകൊക്കെ ഇങ്ങനെ മുരടിച്ച് പോവുക. അതാണ് അവസ്ഥ. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ടൊന്നും പൊട്ടിക്കണില്ല കേട്ടോ, കുറച്ച്. പിന്നെ നന്നായി പഴുത്തതുണ്ട്. പിന്നെ ഒരുപാട് നന്നായി പഴുക്കാൻ വെക്കണില്ല. അതെന്താണെന്ന് വിചാരിച്ചാൽ കുരങ്ങന്മാർ വന്നാൽ എന്തായാലും അത് ശല്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാകുമ്പോഴത്തേനോട് പൊട്ടിച്ചെടുത്താൽ കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളൊക്കെ പച്ചക്കറിയുടെ ഇടയിൽ തന്നെ നമ്മുടെ ചെടികളുണ്ട്. നമ്മൾ എവിടെയൊക്കെ സ്പേസ് ഉള്ളത് വെച്ചെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കണതാണ്. പിന്നെ നമ്മുടെ കടലാസ് ചെടി ഉണ്ട്. ഈ കടലാസ് ചെടിയിലൊക്കെ നമുക്കൊരു കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് പച്ചമുളകൊന്നും പൊട്ടിക്കാൻ പോലും പറ്റണില്ല, അത്രയ്ക്ക് ഉറുമ്പായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുക്കളത്തോട്ടം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ.
എനിക്ക് അടുക്കളത്തോട്ടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചക്കറിയും അതേപോലെ തന്നെ ചെടികളും ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ചെടികളൊക്കെ പൂവുണ്ടായിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് ഒന്ന് നേരം വെളുത്ത് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പോയി ചെടികളൊക്കെ നോക്കും. പൂക്കളൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമ്മുടെ മുത്തൂസ് ഇവിടെ മുളക് വിട്ടും നനയ്ക്കട്ടോ. ഇത്ര നേരം അവൻ തക്കാളിമേലായിരുന്നു, ഇപ്പോൾ ഇതാ നനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചമുളക്, തക്കാളി, പിന്നെ വഴുതനങ്ങ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങൾ. ഇപ്പോൾ മിക്ക എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം കണ്ടിട്ടുണ്ട്. എല്ലാവരും പച്ചമുളകും തക്കാളിയും അതുപോലെ വഴുതനങ്ങയും വെണ്ടക്കായും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളവിടെ ഇപ്രാവശ്യം പയറും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പയർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വളപ്പിൽ. അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസ് വൈകുന്നേരം. അതുവരെ ബൈ.